സിന്ദൂർ യുദ്ധത്തേക്കാൾ വലിയ യുദ്ധമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചാടിക്കടക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കടക്കുന്ന കുഞ്ഞിരാമന്മാരെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ചേർത്തല കണിച്ചുകുളങ്ങരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഈ സിന്ദൂർ യുദ്ധത്തിനേക്കാൾ വലിയ യുദ്ധമാണ് സുധാകർ. എന്താണ് നടത്താത്തത്? ഇവരെല്ലാം അടിയിൽ കൂടെ എന്തെല്ലാം പണിയുന്നുണ്ടെന്ന് നമുക്കെല്ലാം അറിയാമോ? മുകളിൽ കൂടെ കാണുന്നതും വായുവിൽ കൂടി പറയുന്നതല്ലേ നമുക്ക് അറിയാനൊക്കെയുള്ളൂ. അടിയിൽ കൂടെ ആർക്കിട്ടല്ലേ എന്തെല്ലാം ഇവർ പണിയുന്നുണ്ടെന്ന്. ഇതുപോലെ പണിയുന്ന ആളുകൾ കോൺഗ്രസിലെല്ലാം വേറെ എവിടെയുണ്ടോ? എത്ര ഗ്രൂപ്പുണ്ടെന്ന് അറിയാൻ പാടില്ല. ആർക്കെല്ലാം എന്തെല്ലാം ആകണമെന്ന്. ചിലർക്ക് അടൂർ പ്രകാശനാക്കണം, ചിലർക്ക് ബെന്നി ബെഹ്റാനെ ആക്കണം. ഇങ്ങനെ ഓരോരുത്തരും വേണ്ടി ഓരോരുത്തരും ഓരോ കോൺഗ്രസ്സുകാരനും ഇപ്പൊ KPCC പ്രസിഡന്റാണ്. സ്വാനും വെറും 6ാം കിട നേതാവായിട്ട് കാണരുത്. താൻ 1ാം കിട നേതാവാണെന്ന് കാണിച്ച് തെളിയിച്ചു കൊടുത്തില്ലേ? ആന്റോ ആന്റണി എന്ത് കാണിച്ചു? നിങ്ങൾ ആന്റോ ആന്റണി നിൽക്കുന്ന പാർലമെന്റ് നിയോജകത്തിന് ഒരാളെങ്കിലും ജയിച്ചോ? ഒറ്റ കോൺഗ്രസ്സുകാരനില്ല. ആന്റോ ആന്റണി എത്ര വോട്ട് കിട്ടി? ഐസക് സാറിന് എത്ര വോട്ട് കിട്ടി? അതേസമയത്ത് ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് എത്ര വോട്ട് കിട്ടി? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ അറിയാം ഈ ആന്റോ ആന്റണിയുടെ പ്രാഗൽഭ്യം എത്രയുണ്ടെന്ന്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്തിനാണ് സുധാകരനെ മാറ്റുന്നത്? സഭയ്ക്ക് വഴങ്ങി ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റ് ആക്കും എന്നാണ് കേൾക്കുന്നത്. മിടുക്കനായ KPCC പ്രസിഡന്റ് എന്ന് തെളിയിച്ചയാളാണ് K മുരളീധരൻ. കോമൺ സെൻസുള്ള ആരെങ്കിലും ഇപ്പോൾ KPCC പ്രസിഡന്റിനെ മാറ്റുമോ? കോൺഗ്രസിൽ ഒരു യുദ്ധത്തിന് വഴിയുണ്ടാക്കുമോ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് കണ്ടകശനിയാണ്. ബൊമ്മകളെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യം, കഴിവുള്ളവനെ വേണ്ട. മുരളീധരൻ്റെ പേര് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുമോ? ഇവർക്ക് വേണ്ടത് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരെയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ കുഞ്ഞിരാമന്മാരെ വേണം ഇവിടെ നേതാക്കന്മാർക്ക്. കുഞ്ഞിരാമന്മാർക്ക് നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകൾ ആന്റോ ആന്റണി ഗിഞ്ചി കാണി എന്നൊക്കെ പറഞ്ഞ് ഓരോ എണ്ണത്തിൽ പിടിച്ചുകൊണ്ട് വരുന്നതെല്ലാം ഓരോരുത്തരുടെയും താല്പര്യം സംരക്ഷിക്കാനുള്ള കുഞ്ഞിരാമന്മാരെയാണ് അവർ കൊണ്ടുവരുന്നത്. പ്രഗത്ഭരും മിടുക്കരും കേരളത്തിൽ നല്ല കഴിവ് തെളിച്ചിട്ടുള്ളതുമായ KPCC പ്രസിഡന്റുമാരെന്നുണ്ട്. അവരാരും പേര് പറയുന്നില്ല. ഇതാണ് കോൺഗ്രസിന്റെ സർവനാശം. ഈ ആനെ തളർത്തി കിട്ടേണ്ടത് ചങ്ങല കൊണ്ടാണ്. ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാലും തീരും. കേന്ദ്ര നേതാക്കന്മാർക്ക് പോലും ഒരു തീരുമാനം എടുക്കാതെ അവർ തന്നെ ഗ്രൂപ്പ് കളിക്കുന്നില്ലേ? ഇപ്പം നമ്മളൊക്കെ അരിയാഹാരം കഴിച്ച് കഴിയുന്നവരല്ലേ? നമുക്ക് കാണാനും കണ്ടാലും ഒക്കെ മനസ്സിലാവുകയെ. കേന്ദ്ര നേതാക്കന്മാർ വരെ ഇപ്പൊ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്രയിച്ച് എന്നെ സന്തോഷമായിട്ടൊക്കെ പറഞ്ഞു വിട്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ. ആരെ? സുധാകരനാണ്. ഒരു മാറ്റമില്ല. ഇപ്പൊ മാറ്റത്തിന് വേണ്ടിയിട്ട് എല്ലാം അപ്പുറം നേരെ ബ്രഹ്മവെച്ചിട്ടിരിക്കുകയെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. എന്തുമാട്ടെ മാറ്റം ഇവിടെ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസിനെ കുഴിച്ചിട്ട് ആണിയടിച്ച് നശിപ്പിക്കാൻ പോകുന്ന ശക്തികളാണ്. അവരെല്ലാം അധികാര ദുർമോഹമായിരിക്കും അവർക്ക്. ഈ അധികാര ദുർമോഹത്തിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന നേട്ടമുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ പിണറായി വിജയൻ തുടർന്നും ഇന്നത്തേക്കാൾ അതിശക്തനായി ഇരട്ടല്ല അതിൽ കൂടുതൽ ചങ്കോടുകൂടി കേരളം ഭരിക്കാനുള്ള ഒരവസരം ഒന്നുകൂടെ വെട്ടിത്തെളിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്കാർക്ക് അഭിമാനമാണ്. ഭീകര കേന്ദ്രങ്ങളെ സൈന്യം നിലംപരിശാക്കി. സൈന്യത്തെ അഭിനന്ദിക്കണം. നമ്മൾ ഇനിയും സൂക്ഷിക്കണം. തിരിച്ചടി ഇനിയും കൊടുക്കേണ്ടി വന്നാൽ ഇന്ത്യക്കാർ എല്ലാ പിന്തുണയും ആത്മബലവും സൈന്യത്തിന് നൽകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇനിയും പലതിനും വന്നേക്കാം. പക്ഷെ നമ്മളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ അഖണ്ഡതയെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ നമ്മുടേതാണെന്നും പാകിസ്ഥാൻ ഇത്രയും കൊല്ലമായിട്ട് നിരന്തരം നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും മാത്രമല്ല ടൂറിസ്റ്റുകളായിട്ടുള്ള 10-26 നിരപരാധികൾ നെറ്റിയിലെ പത്നം തൂക്കിക്കളഞ്ഞിട്ട് സിന്ദൂരം തൂക്കിക്കളഞ്ഞു പേര് ചോദിച്ചിട്ട് വെടിവെച്ചുകൊണ്ടുന്ന നിഷ്ഠുരമായ വർഗീയപരമായ അക്രൂരത ലോകത്ത് ഇതുവരെ നടക്കാത്ത ഒരു സംഭവം. ഇതിന് തിരിച്ചടി ഇനിയും ശക്തമായി കൊടുക്കേണ്ടി വന്നാൽ ശക്തമായി കൊടുക്കുവാനുള്ള
എല്ലാ പിന്തുണയും ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നാകെ പിൻബലം കൊടുക്കണമെന്നതോടൊപ്പം സൈന്യത്തിന് ആത്മവീര്യത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ഇനിയും അവർ പോരെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നത് ഇന്ന് സൈന്യത്തിന് അധികാരം ഇന്ന് ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ്. സൈന്യം എടുക്കുന്ന എല്ലാ നിലപാടുകളും അവരാലോചിച്ചും വളരെ ബുദ്ധിപരമായും തന്ത്രപരമായിട്ടാണ് അവർ ഓരോ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായും വിജയിക്കാനും അതിനുള്ള ആത്മബലവും ധൈര്യവും തൻ്റെ ഇടവും പിൻബലവും നമുക്കെല്ലാവർക്കും കൊടുക്കണമെന്ന ഒരപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു.